നിങ്ങളുടെ ഉള്ളത്തിൽ സംഗ്രഹിക്കുവാൻ വിശേഷാൽ ഓർമ്മപ്പെടുത്തുന്നു. And even though we couldn't continue on that, I would like to remind you all to just remember all the things that we learned and try to always keep in mind. ഒത്തിരി പ്രസംഗങ്ങൾ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ഓടി മറയുന്നെങ്കിലും ദൈവാത്മാവ് എനിക്ക് നിയോഗം നൽകിയ ഒരു സന്ദേശത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. God is giving me a lot of messages to share, but I would like to share one message that the Holy Spirit has specifically asked me to share today. ഇതിനുശേഷം എനിക്ക് മറ്റൊരു മീറ്റിംഗിൽ കൂടെ ദൈവവചനം ശുശ്രൂഷിക്കുന്നതുള്ളതുകൊണ്ട് ഒരു ദീർഘമായ പ്രഭാഷണത്തിന് ഇന്ന് മുതിരാനുള്ള സാവകാശം എനിക്കില്ല. And because there is another meeting that I have to attend after this, so I would not like to get into extended message today. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യമാണ് നമ്മൾ ഇന്ന് അല്പസമയം ധ്യാനിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 3-ാം വാക്യം. Hebrews chapter 12 verses 3 is what we are going to study today. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. For consider him who has endured such hostility by sinners against himself, so that you will not grow weary and lose heart. നമുക്കറിയാം, പൗലോസ്ലീഹായുടെ ഈടുറ്റ 14 ലേഖനങ്ങൾ പുതിയ നിയമസഭയ്ക്ക് എപ്പോഴും ആത്മീക വർധനവും ആശ്വാസം നൽകി തരുന്ന ലേഖനങ്ങളാണ്. We know about Paul that his letters, around 14 letters, which are always very encouraging and for all the church. അതിൽ 13 ലേഖനങ്ങളും തർക്കമില്ലാതെ പൗലോസിൻ്റെതാണ് നമുക്ക് വ്യക്തമായി ചിന്തിക്കുവാൻ കഴിയുന്നു. And out of those 13 are, there is no doubt there's 13 of those letters are written by Paul. എന്നാൽ എബ്രായ ലേഖനം ഫ്രം അഡ്രസ് ഇല്ലാത്ത ലേഖനമായതുകൊണ്ട് ഇത് പൗലോസിന്റെ ആണെന്നും അല്ലെന്നുമുള്ള തർക്കങ്ങൾ വേദചിന്തകന്മാരുടെ ഇടയിലുമുണ്ട്. And because Hebrews doesn't mention about the author in the book itself, there is a lot of debate on whether it's written by Paul or not. എന്നാൽ എബ്രായ ലേഖനത്തിലെ ഉദ്ധരണികളുടെ ശൈലിയും എഴുത്തിന്റെ ശൈലിയും വെച്ച് ഇത് പോൾ തന്നെയാണ് എഴുതിയെന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നു. But if you look at the writing style of Hebrews and look at, mostly it points towards the authorship of Paul. പൗലോസിന്റെ ലേഖനങ്ങളെ പൊതുവെ 14 ലേഖനങ്ങളെ 5 ആയിട്ടാണ് തിരിക്കുന്നത്. The letters of Paul can be divided into 5. ഒന്നാമത് രക്ഷാ തത്വശാസ്ത്ര ലേഖനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. The first is the doctrine of salvation is what the first part is. 2 ക്രിസ്തു തത്വശാസ്ത്ര ലേഖനങ്ങൾ. The second is the doctrine of Christ. 3 സഭാ തത്വശാസ്ത്ര ലേഖനങ്ങൾ. The third is the doctrine of church. 4 അന്ത്യകാല ശാസ്ത്ര ലേഖനങ്ങൾ. And fourth is the doctrine of end times or eschatology. 5 തർജ്ജന ലേഖനങ്ങൾ. And fifth is the interpretation, the letter of interpretation. ഈ 5 കാറ്റഗറിയിൽ തർജ്ജന ലേഖനങ്ങളിൽ പെടുന്ന മനോഹരമായ ലേഖനമാണ് എബ്രായ ലേഖനം. So out of this 5 category, Hebrews is a letter which is mainly about interpretation. തർജ്ജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ തെറ്റ് തിരുത്തി കൊടുക്കുക, തെറ്റ് ചൂണ്ടിക്കാണിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. The meaning of that is it is pointing towards the false and you are trying to correct someone. എബ്രായ ലേഖനം എഴുതിയതിനെ കുറിച്ചുള്ള പഠനം നമുക്ക് ലഭിക്കുന്നത് എബ്രായ ലേഖനത്തിന്റെ 13 അധ്യായങ്ങൾ നമ്മളൊന്ന് വീക്ഷിച്ചു നോക്കിയാൽ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയ എബ്രായ ക്രിസ്ത്യാനികളെ പിന്മാറ്റത്തിൽ നിന്ന് ആത്മീക വർധനവിലേക്ക് മടക്കിക്കൊണ്ടുവരാനാണ്, അവരെ ആത്മാവിൽ ബലപ്പെടുത്താനാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. And we look at the Hebrews and if we study it, we understand that Paul is writing this to encourage a group of Hebrew Christians
who have become weak in their faith and who have somewhat gone back from their faith. He's trying to bring them forward and encourage them. എബ്രായ ക്രിസ്ത്യാനികള് യഹൂദ മതത്തിൽ നിന്ന് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്ത്യൻസ് ആയിട്ട് വന്നതാണ്. Hebrew Christians were the part of the Jewish religion, and they came from there and they became Christians. എന്നാല് അവർക്ക് ഇപ്പോൾ വേണ്ടതുപോലുള്ള പരിഗണനകളൊന്നും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ വിട്ടുപോകുന്ന സമുദായമായ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് ശക്തമായ ഉപദ്രവങ്ങളും ദേശത്തിൽ അവരെ ഒറ്റപ്പെടുത്തുകയും അവരെ എല്ലായിടത്തും മുറിവേൽപ്പിക്കുന്ന പ്രവണതകൾ വന്നപ്പോൾ അവർക്ക് തിരിച്ച് അവർ വിട്ടുപോകുന്ന മതത്തിലേക്ക് മടങ്ങിപ്പോകാമെന്ന് മനസ്സുകൊണ്ട് തീരുമാനിക്കുന്ന ക്രൂഷ്യൽ സ്റ്റേജിലാണ് പൗലോസ് അവരെ തിരുത്തി ക്രിസ്തുവിൽ ഉറപ്പിക്കാൻ ഈ ലേഖനം എഴുതുന്നത്. And it is almost like these people who came into this Christian faith, they faced a lot of persecutions, and amidst all the persecutions, there has been a lot of people who were thinking of going back to their old religion of Judaism. So at that time is what Paul is trying to write this letter to encourage them and bring them forward. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, so there is one thing that we clearly understand. ഈ എബ്രായ ക്രിസ്ത്യാനികൾ പുതിയ നിയമസഭയ്ക്കകത്ത് വന്നെങ്കിലും അവർ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയി. And we see that they came to the church, but they became weak in their faith. വിശ്വാസത്തിൽ ക്ഷീണിച്ചപ്പോൾ അവർക്കുണ്ടായ ഒരു വലിയ വിഷയമാണ് പിന്മാറ്റം. And what happened is when they became weaker in their faith, they were almost like backsliding. മുന്നേറ്റം ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പിന്മാറ്റമുണ്ട്. And if we are not able to go forward, that means there is a chance that we will backslide. പിന്മാറ്റം വന്നപ്പോൾ അവർക്ക് സംഭവിച്ചത് ഒന്ന്, അവർ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിച്ചു. And when that kind of attitude came into their mind, they were ignoring the gatherings. രണ്ട്, കാലം നോക്കിയാൽ അവർ ഉപദേഷ്ടാക്കന്മാരാകേണ്ടതാണ്, അവർ ഇപ്പോഴും ശിശുക്കളെ പോലെ ഇരിക്കുകയാണ്. ആത്മീക വളർച്ച നഷ്ടപ്പെട്ടു. Second thing is that if you look at their time period, they have become Christians. They are supposed to become like teachers, but they are still like babies. മൂന്ന്, ഇവർ മാന്യമുള്ളവരായി തീർന്നു. Third is they became very dull in their life. പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് അനവധി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും നിങ്ങൾ കേൾക്കുവാൻ മന്ദതയുള്ളവരായതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പൗലോസ് പറയുന്നുണ്ട്. അവർക്ക് മന്ദതയുണ്ടായി. And what happened, Paul is telling is that I want to tell a lot of things, but because you have become dull, I am not able to tell you a lot of things. അപ്പോൾ വിശ്വാസത്തിലുണ്ടായ ക്ഷീണത്തിലൂടെ വന്ന പിന്മാറ്റത്തിന്റെ എഫക്റ്റ് ആണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. And so what we discussed here is about what happened to them, the result of their backsliding in their faith. പ്രിയരെ, പിശാചിന്റെ പുതിയ നിയമത്തിലെ ഏക അജണ്ട എന്ന് പറയുന്നതും വല്ല വിധേനയും യഹൂദന്മാരെ തെറ്റിക്കുക എന്നുള്ളതാണ്. And what devil is trying to do even now is that he wants to take the saints of God in a wrong direction. ഇവിടെ നമ്മൾ വായിച്ച എബ്രായ ലേഖനം 12:3 എബ്രായ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല നമുക്ക് ഓരോരുത്തർക്കുമുള്ള കനത്ത താക്കീതും ഒരു പാഠവുമാണ് ഈ വാക്യം. And we read Hebrews 12:3. It is a warning not only for the Hebrew Christians and even for us. ആ വാക്യം നമുക്കൊന്നുകൂടെ ശ്രദ്ധിക്കാം. Let's read that again. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. For consider him who has endured such hostility by sinners against himself, so that you will not grow weary and lose heart. നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് എബ്രായ ക്രിസ്ത്യാനികളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ അവർ ക്ഷീണിച്ചു മടുത്തുപോയി. And if you look at the condition of the Hebrew Christians, they were inside, they were very weary and they got tired. ഇവരുടെ ശരീരത്തിലല്ല അവർക്ക് പ്രതിസന്ധി ഉണ്ടായത്, അവരുടെ മാനസിക മണ്ഡലത്തിൽ അകത്തെ മനുഷ്യൻ ക്ഷീണിച്ചു എന്ന് മാത്രമല്ല, ക്ഷീണത്തിൽ നിന്ന് ഒരു വലിയ മടുപ്പിലേക്ക് അവർ മാറ്റപ്പെട്ടു പോയി. And what happened to these Hebrew Christians? They were not weak from the outside, but they became weak
inside, they grew weary and they were losing their heart. പക്ഷെ ഈ വിഷയത്തിനൊരു കൃത്യമായ ട്രീറ്റ്മെന്റ് കിട്ടിയില്ലെങ്കിൽ ഇത് ആത്മീക മരണത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ്. So if we are not treating this properly, what leads to that is a spiritual death, and that is the first step of a spiritual death. അപ്പോൾ നോക്കുക, ഉള്ളത്തിൽ ക്ഷീണിച്ച് മടുക്കുന്ന ഒരു ജനം. If you see, it is a group of people who are becoming weary and who are losing their heart. നമ്മുടെ ഇടയിലും അങ്ങനെയുള്ള ആളുകളുണ്ട്. പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതെ വരുമ്പോൾ, വാക്തത്വങ്ങൾക്ക് കാലതാമസം ഉണ്ടാകുമ്പോൾ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതിലും ഭേദം അപ്പുറത്തായിരുന്നു, പ്രാർത്ഥിച്ചു മടുത്തു, ഉപവസിച്ച് മുട്ടുകൾ വിറയ്ക്കുന്നു, കണ്ണുകൾ കുഴിയുന്നു എന്ന് പറഞ്ഞ ഈ നെഗറ്റീവായുള്ള തോട്ട്സുകൾ, നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ, ഇതൊക്കെ അവരുടെ ഉള്ളത്തിൽ ക്ഷീണം തട്ടിയതിന്റെ അടയാളമാണ് അവരുടെ അധരങ്ങളിലൂടെ പ്രകടിപ്പിച്ചു വരുന്നത്. We see today a lot of people who, when they don't get answer to prayers in time, and so they get tired, weary, and they keep saying words like, "Oh, it's better to go back to the olden days. I'm tired of praying. I'm tired of fasting," and all that. So this is like something that comes out of the lips. It's a sign that they are going back. ഇതിന് കൃത്യമായ ഒരു ചികിത്സ നൽകിയില്ലെങ്കിൽ നിങ്ങൾ ആത്മീക മരണത്തിലേക്ക് പോകുമെന്നുള്ളത് ഒരു വാണിംഗ് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. I would like to remind you that it's a warning that if you keep saying those things, if you think like that, that means you are going back or backwards towards a spiritual death. പൗലോസ് ഇങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നുപോയവർക്ക് ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. Paul is giving a solution to these people who went through that kind of situation. എന്താണ് സൊല്യൂഷൻ? What is the solution? 3-ാം വാക്യത്തിന്റെ അവസാനത്തെ പോർഷനിൽ കൊടുത്തിരിക്കുന്നു, ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. And it is written that you have to consider him who has endured such hostility. അപ്പൊ ഈ അകത്തു വന്ന ക്ഷീണത്തെയും മടുപ്പിനെയും കെട്ടഴിയണമെങ്കിൽ നീ ധ്യാനിക്കേണ്ടവനെ ധ്യാനിക്കേണ്ടതുപോലെ ധ്യാനിക്കണം. And so if you have to break the bondages that have come inside, you have to consider, or you have to meditate on him who is to be meditated. ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. Consider him, or meditate on him who endured such hostility. എങ്ങനെയുള്ള യേശുവിനെ ധ്യാനിക്കാനാണ് പൗലോസ് പറയുന്നത്? What kind of Jesus or whom you should consider is what Paul is asking. കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ യേശുവിനെയാണോ? Is it a Jesus who turned water into wine? മരിച്ചവരെ ഉയർപ്പിച്ച യേശുവിനെയാണോ? Is it just a Jesus who raised people from dead? ഒരിക്കലുമല്ല. No. പിന്നെ എങ്ങനെയുള്ള യേശുവിനെ ധ്യാനിച്ചാലാണ് അകത്തുനിന്ന് ഈ ക്ഷീണത്തിന്റെ മടുപ്പിന്റെ കെട്ടഴിയുന്നത്? How you are able to overcome or break the bondages that is inside your soul? What kind of Jesus you should meditate? അതിന് 3 മറുപടികളാണ് എനിക്ക് പറയാനുള്ളത്. There are 3 answers for that. 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, The second verse it says, അപമാനത്തെ അലക്ഷ്യമാക്കിയ യേശുവിനെ. And he is one who despised the shame. ക്രൂശിനെ സഹിച്ച യേശുവിനെ. And it's a Jesus who endured the cross. പാപികളാൽ തനിക്ക് നേരിട്ട വിരോധം സഹിച്ച യേശുവിനെ. It is a Jesus who suffered the hostility by sinners. ഇങ്ങനെ 3 ലെവലിൽ നിൽക്കുന്ന യേശുവിനെ നിങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പിശാചിട്ട ആ ക്ഷീണത്തെയും മടുപ്പിനെയും കെട്ടുപൊട്ടി നിങ്ങൾ ആത്മാവിൽ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ പോകുകയാണ്. And if you are meditating on these 3 aspects of Christ, your inside is going to be broken, and you will be free in your souls. ആ 3 പോയിന്റുകളൊന്ന് വിവരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്റെ മുമ്പിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഓടിച്ചെന്ന് പറഞ്ഞുവിടാം. And there are 3 points, and I would love to explain all those 3, but I don't have time. I would like to just move forward fast. എങ്ങനെയുള്ള യേശുവിനെയാണ് ധ്യാനിക്കേണ്ടത്? What kind of Jesus you should meditate?
അപമാനത്തെ അലക്ഷ്യമാക്കി യേശു. He is a one who despised the shame. ഒരു തർജ്ജമയിൽ ഞാൻ വായിച്ചത് യേശു അപമാനത്തെ റിജക്റ്റ് ചെയ്തെന്ന, പുച്ഛിച്ച് തള്ളിക്കളഞ്ഞെന്ന. And in one of the interpretations or translations, we can see that it is written that he rejected the shame. എന്റെ പ്രിയരെ, നമ്മൾ ഈ അപമാനം എന്നൊക്കെ കേൾക്കുമ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പറഞ്ഞ ഒരു അഭിപ്രായത്തിന് മീതെ വേറൊരാൾ അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ പറയും നമ്മെ അപമാനിച്ചു എന്ന് പറയും. When you think about shame, or you think about people who will kind of give an opinion which is against your opinion, and you will feel that that person has put you to shame. കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ, സഭായോഗത്തിന് പോകാൻ രാവിലെ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ അയലോക്കംകാര് ആ ഗേറ്റിന്റെ വാതിൽ നിന്ന് നിലത്തോട്ടൊന്ന് കാർക്കിച്ച് തുപ്പിയാ പിന്നെ നമ്മൾ യോഗത്തിന് പോകുകയല്ല, കാരണം അപമാനിച്ചു. And if you go in to a church, when you come out, and if your neighbor, he tried to spit and show something like a despise or scorn at you, you will feel like you are insulted and you will not go to church. നമുക്ക് ഈ വല്ലപ്പോഴും ഉണ്ടാകുന്ന ചെറിയ 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 അപമാനങ്ങളേ ഉള്ളൂ. What we receive is like just small insults sometimes in our life. എന്നാൽ യേശുവിന്റെ പ്രത്യേകത, ജനനം മുതൽ മരണം വരെ അപമാനങ്ങൾ മാത്രം സഹിച്ചവനാണ് യേശു. And we learn about Jesus that he he suffered insults from his birth right till his death. യേശുവിന്റെ ജനനം തന്നെ ഒരു ചോദ്യചിഹ്നമായി മാറിയ വിഷയമാണ്. And even the birth of Jesus was a question mark for many people. യോസഫ് മറിയെ ചേർക്കുന്നതിന് മുമ്പ് അവൾ ഗർഭവതിയായെന്നുള്ളത് പരസ്യമായ ഒരു രഹസ്യമാണ്. And many people knew that Mary became pregnant even before she got married to Joseph. അവിടെ തുടങ്ങിയതാണ് അപമാനത്തിന്റെ ആരംഭം. Right from there, it is where Jesus had to receive insults. 12ാമത്തെ വയസ്സിൽ ആലയത്തിൽ നിന്ന് ഉപദേശങ്ങൾ തെളിയിക്കുന്ന 12 വയസ്സുകാരനായ യേശുവിനെ തച്ചന്റെ മകൻ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവർ ആലയത്തിൽ പുറത്താക്കി. At the age of 12, when he was arguing with the lawyers and learned people, he was being cast out from the temple, being called a son of a carpenter. ശുശ്രൂഷയിലേക്ക് കയറിയപ്പോൾ സ്വന്തക്കാരായ മാതൃസഭക്കാരായ നസറേത്ത് പള്ളിയിലെ ആളുകൾ തലകീഴായി തന്നെ തള്ളിയിട്ട് കൊല്ലുവാനും കല്ലെറിഞ്ഞ് അപമാനിക്കാനും ശ്രമിച്ചു. And even when he started his ministry, even the people from his own town, Nazareth, they tried to stone him and they tried to put him to shame. കൂടാതെ മിനിസ്ട്രിയെ നോക്കി ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നവർ തന്റെ ശുശ്രൂഷയെ അപമാനിച്ചു. And even his ministry was being insulted when they said that he is doing this by the leader of the prince of the demons, Beelzebub. തന്നെ മന്ദബുദ്ധി എന്നും ഭ്രാന്തനെന്നും വിളിച്ച് തന്റെ സ്വന്തം ജനങ്ങൾ തന്നെ അപമാനിച്ചു. Even his own people called him that he is crazy or he is a mad fellow. യഹൂദന്മാരുടെ രാജാവെന്ന ഒരു കള്ള പേര് യേശുവിന്റെ തലയ്ക്കൽ ചാർത്തി വെച്ച് ആ റോഡിലൂടെ മുഴുവൻ ആ ബോർഡ് എഴുതി വെച്ച് യേശുവിനെ അപമാനിച്ചു. And they called him mockingly, they called him King of Jews, and they made him walk through all the street and scorning him and putting him to shame. മരണത്തിൽ പോലും ലോകത്താർക്കും കൊടുക്കാത്ത ശപിക്കപ്പെട്ട ക്രൂശുമരണം യേശുവിന് കൊടുത്തുകൊണ്ട് ഒരു സാമ്രാജ്യവും യഹൂദ മതവും കൂടെ ചേർന്ന് യേശുവിനെ അപമാനിച്ചു. And we see that even in his death, he got a death that is given to worst of criminals, the death on the cross, which was given by the Roman Empire and together with the Jewish people. ഇങ്ങനെ ജനനം മുതൽ മരണം വരെ തുടർമാനമായ അപമാനം സഹിച്ച ഒരാൾ പോലും എന്നെ കേൾക്കുന്നില്ല. There is no one who has received such scorn in their life from their birth right till their death. പക്ഷെ യേശുവിനെ നിങ്ങൾ കണ്ടുപിടിക്കുക, തനിക്ക് നേരെ വന്ന മുഴുവൻ അപമാനത്തെയും അവൻ അലക്ഷ്യമാക്കി പൂച്ചിട്ട് തള്ളിക്കളഞ്ഞു. And we look at Jesus, what he did is all the insults and the shames that he got in his life, he rejected everything, he despised everything. നമ്മുടെ കുഴപ്പം, നമുക്ക് നേരെ ഒരാൾ വാക്കുകൾ കൊണ്ട് നമ്മളെ മുറിവേൽപ്പിച്ചാൽ എത്ര വർഷം കഴിഞ്ഞാൽ മറക്കത്തില്ല, ഉള്ളത്തിൽ ഇങ്ങനെ കിടക്കുകയാണത്, അത് കൈപ്പായി തീരുകയാണ്. What is our problem is if somebody is insulting us or putting us to shame, it is always there in our mind, heart, even after many years. ഇന്ന് തിരിച്ചറിയുക, അപമാനം നിനക്ക് നേരെ വരുമ്പോൾ അത് ഉള്ളിലിടാനല്ല,
ആ അപമാനത്തെ അർഹിക്കാത്ത അവജ്ഞയോടെ നീ പുച്ഛിച്ച് പുറത്ത് തള്ളിക്കളയുക. കാരണം ഇതിനപ്പുറം നിനക്കൊരു വിടുതലുണ്ട്. So what you remember today is when you receive those shames and insults in your life, you have to reject it, you have to throw it away, because you have a deliverance and you have a blessing that comes out of that. എന്തുകൊണ്ടാണ് യേശു അപമാനത്തെ ലക്ഷ്യമാക്കിയത്? Why did Jesus despise the shame? 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, In verse 2 it says, തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനത്തെ ലക്ഷ്യമാക്കിയത്. അപ്പോൾ യേശു അപമാനത്തെ റിജക്ട് ചെയ്ത് പുച്ഛിച്ച് തള്ളിക്കളയാൻ കാരണം, ഈ അപമാനം കൊണ്ട് ഞാൻ തീരത്തില്ല, ഇതിനപ്പുറം തന്റെ മുമ്പിൽ ഒരു സന്തോഷത്തെ പിതാവ് ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് താൻ കണ്ടു. and what he saw is there was a joy set before him, and looking at forward to that is what he was able to despise all the shame and reject all the shame. എന്റെ പൊന്നുപ്രിയരെ, ഇന്ന് ഈ ദൂത് കേൾക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ അപമാനങ്ങൾ ഓഫീസിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ചർച്ചക്കാരിൽ നിന്നോ സഭയിൽ നിന്നോ ഒക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലിട്ടുകൊണ്ട് നടക്കാതെ അത് ഉള്ളത്തിൽ നിന്ന് പിടിത് പുറത്ത് കളഞ്ഞിട്ട് പിശാചിനോട് പറയുക, ഈ അപമാനം കൊണ്ട് ഞാൻ അവസാനിക്കത്തില്ല. 2020 അവസാനിക്കുന്നതിന് മുമ്പ് ഈ അപമാനത്തിന്റെ അപ്പുറം എനിക്കൊരു സന്തോഷം വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. And if you are being rejected in your life, if you are being insulted by your family or whoever it is, you should take it out from your heart. Just throw it away, and you have to tell devil that I am not going to end with this insults and with this shame. I am going to come out of this, and before this year ends, I am going to receive that joy in my life. അപ്പോൾ അപമാനത്തെ യേശു മൈൻഡ് ചെയ്യാതിരിക്കാൻ കാരണം, അപമാനത്തിന്റെ അപ്പുറം തനിക്കൊരു ഹാപ്പിനെസ്, സന്തോഷം വെളിപ്പെടാൻ പോകുന്നു. And because why did he despise the shame? Because there was a joy that was set before him that was going to be revealed. ആരോടോ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇപ്പോൾ നീ അനുഭവിക്കുന്ന കഷ്ടതയ്ക്കപ്പുറം, പ്രതിസന്ധിക്കപ്പുറം നിനക്ക് വേണ്ടി ഒരു സന്തോഷം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. God is telling to some people here, the Holy Spirit is telling that beyond all the shame or beyond all the insults that you are facing today, there is a joy set before you. അപ്പോൾ അപമാനം ലക്ഷ്യമാക്കിയ യേശുവിനെ വേണം ധ്യാനിക്കാൻ. That is why you have to remember, or you have to meditate on the Jesus who despised the shame. ക്രൂശിനെ സഹിച്ച യേശുവിനെ വേണം ധ്യാനിക്കാൻ. You have to meditate on the Jesus who endured the cross. ഗെത്സമന മുതൽ കാൽവറിയുടെ ഗിരിമുകൾ വരെ യേശു ക്രൂശിന്റെ എല്ലാ അനുഭവങ്ങളും സഹിച്ചു. കാരണം ഈ ക്രൂശ് കൊണ്ട് താൻ തീരത്തില്ല, ഇതിനപ്പുറം തനിക്കൊരു സന്തോഷം ഒരുക്കി വെച്ചിരിക്കുന്നു. From Gethsemane up till the Calvary, he suffered all the experience of the cross. So because he looked forward to the joy that was set before him. ഈ ദൂത് കേൾക്കുമ്പോൾ ഏതെങ്കിലും ക്രൂശിന്റെ അനുഭവങ്ങൾ ചുമന്നുകൊണ്ട് കാലങ്ങളായി നടക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആത്മാവ് വിളിച്ചു പറയുന്നു, അത് ഈ ക്രൂശ് കൊണ്ട് നീ അവസാനിക്കത്തില്ല, ഇതിനപ്പുറം നിനക്കൊരു സന്തോഷം ഒരുക്കി വെച്ചിരിക്കുന്നു. And if there is someone who is listening to this message who have been suffering or going through all this cross kind of experience in their life, you have to remember that there is a joy that is set before you. It is not like you're going to endure this forever. അതുകൊണ്ട് യേശു ക്രൂശിൽ കിടന്നത് ദുഃഖിച്ചല്ല കിടന്നത്. That is why when Jesus was on the cross, he was not sad on the cross. പലരും കർത്തൃമേശയ്ക്കൊക്കെ വളരെ ദുഃഖിച്ച കർത്തൃമേശ എടുക്കുന്നത്. യേശു ക്രൂശിൽ കിടന്നത് വളരെ ഹാപ്പി ആയിട്ടാണ്. And many people take the Lord's Supper very sadly, but Jesus took it joy. Jesus on the cross was joyful. യേശുവിന്റെ ക്രൂശിലേക്ക് നിങ്ങൾ നോക്കിയാൽ അവിടെ കാണാൻ കഴിയുന്ന ഒരു സംഭവമുണ്ട്. If you look at the cross of Jesus, you will see one thing over there. ആ ക്രൂശിന്റെ ചുവട്ടിൽ നമുക്ക് 3 പേരെ വിളിച്ചു വരുത്താം. ഒന്ന് യേശുവിന്റെ അമ്മ മറിയ, 2 യോഹന്നാൻ എന്ന യേശു ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യൻ, 3 പൗലോസ് ശ്ലീഹ. We can bring 3 people around that cross. One is Mary, the mother of Jesus. The second is John, the beloved disciple of Jesus, and third is Paul. ഈ 3 പേരോട് നമുക്ക് ചോദിക്കാം, ഈ ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? And if you ask these 3 people, what do you feel when you look at the Jesus on the cross? യേശുവിന്റെ അമ്മ മറിയ പറയും, വർഷങ്ങൾക്ക് മുമ്പ് യേശു കൈക്കുഞ്ഞായിരുന്നപ്പോൾ ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ ശിമയോൻ എന്ന് പറയുന്ന വന്യവയോവൃദ്ധൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈ കുഞ്ഞിനെ കയ്യിലേക്ക് ഏറ്റുവാങ്ങി അനുഗ്രഹിച്ചുകൊണ്ട് എന്നെ നോക്കി ഒരു ദൂത് പറഞ്ഞു, നിന്റെ പ്രാണനിൽ കൂടെ ഒരു വാൾ കിടക്കുന്ന സമയം വരുമെന്ന്. ഇപ്പോൾ അമ്മയായി എനിക്ക് എന്റെ മകൻ ക്രൂശിൽ കിടക്കുമ്പോൾ
എന്റെ പ്രാണനിലൂടെ ഒരു വാള് കിടക്കുന്ന ആ പ്രവചന നിവർത്തിയുടെ സമയമാണ് ഞാൻ ഈ ക്രൂശിൽ കാണുന്നത്. And Mary will tell that when he was a small baby, we went to the temple to offer him. And that time the Simeon, there was an old man, Simeon, who took him, and he prophesied to me and told him that there will be a time in your life when a sword will pierce your heart. And this is the time of that fulfillment of that prophecy where the sword is piercing my heart. ഞാൻ ഈ ദൂത് പറഞ്ഞതിനിടയ്ക്ക് മറ്റൊരു കാര്യം കൂടെ പറയാം. നിങ്ങളുടെ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള തലമുറകളെ ഈ ദിവസങ്ങൾ സൂക്ഷിക്കണം. ദൈവാത്മാവ് എന്നോട് പറയുന്നു, എന്തോ ചെറുതും വലുതുമായ അനർത്ഥങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഉള്ള തലമുറകൾക്ക് നേരെ വരുന്നുണ്ട്. പ്രാർത്ഥിച്ചതിനെ ജയിക്കാൻ ആത്മാവ് എനിക്കൊരു ഗൈഡൻസ് തരുന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. There is a guidance, as I'm telling his message, there is a guidance that the Holy Spirit is giving me to tell this, that there is a kind of attack that is coming against this smaller generation, especially so to the young ones, and you have to keep them in your prayers and keep them in your prayers for the protection of God in their lives. അത് പല രീതിയിലാകാം. ഫോർ എക്സാമ്പിൾ, ഒരു കുഞ്ഞ് വീടിനകത്ത് കയറി കഥകൾ തുറക്കാൻ പറ്റാതെ വരുന്നു, ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് വീഴുന്നു, ചിലപ്പോൾ വണ്ടിക്ക് ക്രോസ് എക്സെട്ര, പല രീതിയിലാകാം. പക്ഷെ പിശാച് എന്തോ ഒരു ട്രാപ്പ് ഒരുക്കുന്നു. ലിറ്ററലി ഞാൻ അത് വെളിപ്പാടിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ആത്മാവിൽ ജയം വേണ്ടവർ പ്രാർത്ഥിച്ച് ജയിക്കാൻ കർത്താവ് ഓർപ്പെടുത്തുന്നു. So that can come anyways. We don't know how those kind of things will come, some accident or some things like that. So you have to, it is coming, God is showing me in the spirit. So you have to pray, and in the spirit you have to have victory over that. യേശു എങ്ങനെയാണ് ക്രൂശിൽ കിടന്നത്? How was Jesus on the cross? എബ്രായലേഖനം 2:9, Hebrews 2 verses 9. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു. And there it is written that we do see him who was made for a little while lower than the angels, Jesus, because of the suffering of death, crowned with glory and honor. എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിനേക്കാൾ കുറച്ചുകൂടെ നന്നായിട്ട് ഇരിക്കുമെന്ന് മലയാളം തന്നെയാണ് തോന്നുന്നത്. കാരണം അവിടെ എഴുതിയിരിക്കുന്നത്, യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പദം മരണം ആസ്വദിച്ചവനായ യേശു എന്നാണ്. And there it is written that he is the one who tasted death. അതാണ് അതിന്റെ കൃത്യമായ പദവി. മരണത്തെ ടേസ്റ്റ് ചെയ്തിരിക്കുകയാണ് യേശു. Jesus is the one who tasted death in his life. എത്ര മനക്കരുത്തുള്ളവനും മരണത്തിന്റെ അവസാന മൂമെന്റ് വരുമ്പോൾ അവന്റെ ഉള്ളം പിടയ്ക്കും. പക്ഷേ മരണത്തെ ആസ്വദിച്ച് ബേക്കറിക്കകത്തുനിന്ന് കിട്ടുന്ന ജിലേബി ടേസ്റ്റ് ചെയ്യുന്ന പോലെ മരണത്തെ ടേസ്റ്റ് ചെയ്ത ഒരു കർത്താവ്, ഇതുപോലൊരു കർത്താവിനെ പ്രസംഗിക്കാൻ അഭിമാനം എന്റെ ഉള്ളത്തിലുണ്ട്. കാരണം ഉലകത്തിലെ എല്ലാ നേതാക്കന്മാരും മരണത്തിന് മുന്നിൽ പകച്ചു നിന്നപ്പോൾ മരണത്തെ ടേസ്റ്റ് ചെയ്ത ഒരുവനേ ഉള്ളൂ, അവനാണ് നസ്രയനായ യേശു. We see that even though people who are very strong in their heart, even when they come close to death, they will always be petrified. But I serve a Lord Jesus who even when he was in death, he tasted the death and he kind of enjoyed it. യേശു മരണത്തെ ആസ്വദിക്കുകയാണ്. Jesus is kind of tasting and savoring the death. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ കാര്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന മറിയയുടെ അഭിപ്രായമാണ് മുമ്പ് നമ്മൾ കേട്ടത്. First we heard about the experience of Mary who was under the cross. എന്നാൽ യോഹന്നാനോട് നമുക്ക് ചോദിക്കാം, താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ ക്രൂശ് കാണുമ്പോൾ? If you ask John, let's ask John that what is your experience when you look at the cross? യോഹന്നാൻ പറയും, ഞാൻ ഇതുപോലെ ഒരു ഗുരുവിനെ കണ്ടിട്ടില്ല. പാലസ്തീന്റെ പച്ചമണ്ണിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തി ഗർജിക്കുന്ന സിംഹത്തെ പോലെ നടക്കുന്ന ഒരു ഗുരുവിനെ എനിക്കറിയാം. പക്ഷെ ഇപ്പോൾ അടകലിനും ചുറ്റികയ്ക്കുമിടെ അടിച്ച് തകർക്കപ്പെട്ട് ക്രൂര നരാധന്മാരായ പടയാളികളാൽ തല്ലി തകർക്കപ്പെട്ട് ക്രൂശിൽ കിടക്കുന്ന ഗുരുവിനെ കണ്ണു തുറന്ന് കാണാൻ പോലും ത്രാണിയില്ലാതെ ക്രൂശിന്റെ ചോട്ടിൽ ഏഞ്ഞു വിങ്ങി പൊട്ടി കരയുന്ന യോഹന്നാനെയാണ് കാണുന്നത്. If you look at John, he is telling that I know a Jesus who walked through the land of Palestine with so much power and authority like a roaring lion, and now I am seeing him completely destroyed and being restricted to these nails on the cross, and I am totally being broken. We see the John that is completely broken down in the foot of the cross. എന്നാൽ പൗലോസിനോട് ചോദിക്കാം, പൗലോസ് ഈ ക്രൂശ് കാണുമ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു? But if you ask Paul, what do you see when you look at the cross?
പൗലോസ് പറയും, യേശുവിന്റെ അമ്മ മറിയോട് പറയും, കരയണ്ട. Paul will tell യോഹന്നാനോട് Mary, do not cry. യോഹന്നാനോട് പറയും, കരയണ്ട. He will tell John, don't cry. അവൻ ക്രൂശിൽ കിടന്ന് കഷ്ടമനുഭവിക്കുകയല്ല. He is not suffering in the cross. പിന്നെയോ അവൻ ക്രൂശിൽ പിശാചിന്റെ ആയുധവർഗത്തെ പിടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. What he will tell is that he is capturing all the weapons of the warfare of devil. ഈ ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ തിരിച്ചറിയണം, നീ ഹൃദയത്തിനകത്ത് ക്രൂശിനെ ധ്യാനിക്കുന്ന ഓരോ മിനിറ്റിലും നിന്റെ കുടുംബത്തിന് നേരെ പിശാചൊരുക്കുന്ന ആയുധത്തെ ആ ക്രൂശ് പിടിച്ചു വെപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. And I remember one thing, the child of God, whenever you are meditating on the cross in your life, each moment of that in your life, you are that cross is capturing all the weapons that the enemy is forming against you and putting it down. എങ്ങനെയാണ് യേശു ക്രൂശിൽ കിടന്നത്? മരണത്തെ ആസ്വദിച്ചുകൊണ്ടാണ്. Jesus was tasting death on the cross. എന്റെ പ്രിയരെ, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിട്ട് വന്ന യേശു എങ്ങനെയാ മരണത്തെ ആസ്വദിക്കുന്നത്? കാരണം മനുഷ്യത്വത്തിലല്ല ഈ കഷ്ടതയെല്ലാം അനുഭവിച്ച് ഒരു മനുഷ്യന് മരണത്തെ ആസ്വദിക്കാൻ പറ്റില്ല. He was like 100% man, at the same time he was 100% God. So how can a man on the cross, while he's facing death, how can he enjoy or savor death? അതിന്റെ മറുപടിയാണ് എബ്രായർ 2:9 തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്, എങ്കിലും ദൈവകൃപയാൽ. That is what is written, is the answer is written in the verse 9 itself, by the grace of God. അപ്പൊ യേശു മരണത്തെ ആസ്വദിച്ചത് എങ്ങനെയാണ്? ദൈവകൃപ കൊണ്ടാണ്. Why? How did he enjoy or how did he savor the death? It is by the grace of God. നിനക്ക് നേരെ വരുന്ന പ്രതിസന്ധികളെ, കഷ്ടതകളെ, വേദനകളെ കണ്ട് പദം പറഞ്ഞുകൊണ്ട് നടക്കാതെ ആ കഷ്ടതകളെയും ആ വേദനകളെയും ടേസ്റ്റ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നീ മാറണമെങ്കിൽ നിന്റെ മേൽ സകലത്തെയും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ദൈവകൃപയുടെ വ്യാപാരം ഇന്ന് ദൈവാത്മാവ് നിങ്ങൾക്ക് കൈമാറുകയാണ്. And if you have to experience such joy in your life when you are going through all these pains and sufferings and cross-like situations in your life, you need to have that grace of God in your life. And I pray that you are receiving that grace of God in your life today. എനിക്കറിയത്തില്ല, ഞാൻ ഈ ദൂത് പ്രസംഗിക്കുമ്പോൾ ഭയങ്കര സാന്നിധ്യം എന്റെ മേൽ വരുന്നു. ദൈവാത്മാവിനോട് പറയുന്നു, ചിലരുടെ മേൽ കൃപയുടെ പുതപ്പിനെ ദൈവം വലിച്ചെറിയുകയാണ്. ചിലതിനെ ആസ്വദിക്കാൻ, ചിലതിനെ ടേസ്റ്റ് ചെയ്യാനുള്ള അസാധാരണകരമായ കൃപയുടെ പുതപ്പിന്റെ കൈമാറ്റം ഇന്ന് പകൽ നടക്കുന്നു. And while I'm speaking this, I'm feeling the presence of God in my in front of me, that I'm feeling that there are some people who are to whom God is going to throw a blanket of grace on their life, and such a anointing of grace on their life that they will be able to endure and they will be able to enjoy these sufferings in their life. അടങ്ങി വരട്ടെ. അപ്പോൾ എങ്ങനെയുള്ള യേശുവിനെ ധ്യാനിക്കാം? ഒന്ന്, അപമാനത്തെ അലക്ഷ്യമാക്കിയ. രണ്ട്, ക്രൂശിനെ സഹിച്ച. And first is Christ to despise the shame. Second is the Christ to endure the cross. മൂന്ന്, പാപികളാലുള്ള വിരോധം സഹിച്ച യേശുവിനെ ധ്യാനിക്കണം. The third is he suffered hostility, endured hostility by sinners. നോക്ക്, ക്രൂശിന്റെ ചുറ്റും കിടന്ന രണ്ട് തസ്കരന്മാർ യേശുവിനെ പരിഹസിച്ചു. 6 കോടതികളിൽ 7 പ്രാവശ്യം യേശു പരിഹാസങ്ങൾ ഏറ്റുവാങ്ങി. വഴിയെ പോകുന്നവർ തലകുലുക്കി പരിഹസിച്ചു. ഈ പരിഹാസികളുടെ മുഴുവൻ പരിഹാസം യേശു കണ്ടിട്ട് മറുപടി പറയുകയാണ്. അവൻ സഹിച്ചിരുന്നു. കാരണം അവൻ അറിയാം, ഈ പരിഹാസത്തിന്റെ അപ്പുറം എനിക്കൊരു സന്തോഷം പിതാവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. And we see that there was a lot of hostility and there was a lot of shame that Jesus was facing while on the cross. There were people who were coming around him and who were mocking him. And while he was facing all this mocking, he knew that there is something that was set before him, the joy that was set before him. So he knew that, so he endured everything. ഹൃദയത്തിൽ ക്ഷീണിച്ചു വന്നിരിക്കുന്നവർ അപമാനം അലക്ഷ്യമാക്കിയ, ക്രൂശിനെ സഹിച്ച, പാപികളാലുള്ള വിരോധം സഹിച്ച യേശുവിനെ ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പിശാചിട്ടിയ ക്ഷീണത്തിന്റെ കെട്ട്, ആ മടുപ്പിന്റെ കെട്ട് യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പുറത്തു പോവുകയാണ്. And when you are meditating on the Jesus who endured the cross, who despised the shame, and who endured hostility by sinners in
joy when you are meditating on that. All the bondages the devil has put inside your heart, and all the weakness that the devil is bringing inside you, it is all going to be broken, and you are going to be strengthened inside. അപമാനം അലക്ഷ്യമാക്കി യേശുവിനെ കുറിച്ച് നിങ്ങൾ ധ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ 1% പോലുള്ള അപമാനം ഇതുവരെ അനുഭവിച്ചിട്ടില്ലെന്ന്. When you remember the Jesus who despised the shame, you will know that you have not suffered even little bit of shame or insult in your life. ക്രൂശിനെ സഹിച്ച യേശുവിനെ ധ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ ഒരു അല്പം പോലും ക്രൂശിൽ കൂടെ പോയിട്ടില്ല. When you think about what Jesus suffered on the cross and the way he endured on the cross, you will know that we have not even gone through even little bit of cross experience in our life. പാപികളാലുള്ള വിരോധം സഹിച്ച് യേശുവിനെ ധ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ അധികം വിരോധം ഒന്നിട്ടില്ല, ഇതൊക്കെ ചെറുത് മാത്രമാണ്. And when you think about Jesus who endured the hostility by sinners and we will know that even we have not even endured a little bit of that hostility in our lives. എന്തോ ഇന്ന് ഈ ദൂത് പറയുമ്പോൾ ഇത് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില നാളുകളായി മാസങ്ങളായി മനസ്സിൽ വന്ന ചില മടുപ്പുകൾ, ക്ഷീണങ്ങൾ, കർത്താവിലേക്ക് ഒരുപടി അടുക്കാൻ കഴിയാതെ ഹൃദയത്തിൽ വന്ന ചില ക്ഷീണങ്ങളൊക്കെ ഹോളി സ്പിരിറ്റ് നിന്റെ ദേഹത്തിൽ നിന്നും ദേഹിയിൽ നിന്നും ആത്മാവിൽ നിന്നും അഴിച്ച് പുറത്തു കളയുകയാണ്. And when I'm speaking this, there are some people who has that inner weakness or feeling weak inside in their life, and this day when I'm speaking this, God is empowering and God is strengthening. That weakness will go away in your soul, in your spirit, in your body. You're going to be strengthened. അപ്പോൾ ഈ ഹൃദയത്തിൽ ക്ഷീണവും മടുപ്പും ഉണ്ടാകുമോ? Can you be weak inside your souls? നമുക്ക് 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ 4-ാമത്തെ വാക്യത്തിൽ ഒരു പദം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. If we come to 1 Kings, we see there that there is a word used there in 1 Kings 19 verses 4. ഒരു കാലഘട്ടത്തിന്റെ കരുത്തനായ പ്രവാചകന്റെ അതരത്തിൽ നിന്ന് വന്നൊരു വാക്ക്, മതി യഹോവേ മതി, എന്റെ പ്രാണനെ എടുക്കണമേ. The person who was powerfully used by God, the prophet Elijah, what he is saying is that it is enough, now take my life. ഈ വാക്ക് വന്നത് ശരീരം ക്ഷീണിച്ചത് കൊണ്ടല്ല, മനസ്സിൽ വന്ന മടുപ്പ് കൊണ്ടാണ്. It is not because he was feeling weak outside, but it was because he was feeling weak inside his heart. എന്താണ് തന്റെ മനസ്സിൽ വന്ന മടുപ്പ്? എന്താണ് മനസ്സിൽ വന്ന ക്ഷീണത്തിന്റെ കാരണം? What is the reason that he felt weak inside? 2-ാം വാക്യത്തിൽ ഇസബേലിന്റെ കൊന്നുകളയുമെന്നുള്ള ഭീഷണിയാണ് ഏലിയാവിന്റെ ഹൃദയത്തിൽ ക്ഷീണവും മടുപ്പും ഒരുപോലെ തട്ടിയത്. And it is because of what Jezebel said in verse 2, she threatened the threat of Jezebel to take his life. ചിലരുടെ വാക്കുകളിലൂടെ നിന്റെ ഹൃദയത്തിൽ വന്ന ക്ഷീണത്തെ മടുപ്പിനെ ദൈവാത്മാവ് അഴിച്ചു കളയുകയാണ്. Maybe there are some people through whom the words of them is what brought those weakness in your life inside, so that God is breaking that today. നിന്നെ കൊള്ളത്തില്ലെന്നും നിനക്ക് കഴിവില്ലെന്നും നിന്റെ ശുശ്രൂഷയെ നോക്കി അത് നിന്റെ ശുശ്രൂഷ കൊള്ളത്തില്ലെന്നും അഹങ്കാരിയാണെന്നും നിന്റെ ആത്മാവിനെ പോലും സംശയിച്ച ചില വാക്കുകൾ നിന്റെ ഉള്ളത്തെ മുറിപ്പെടുത്തി ക്ഷീണവും മടുപ്പും വരുത്തിയെങ്കിൽ ഇന്ന് ദൈവാത്മാവ് ആ വാക്കുകളെ മുഴുവൻ കട്ട് ചെയ്തുകൊണ്ട് ആ വാക്കുകളിൽ മുഴുവൻ ക്ഷീണത്തെ അഴിച്ചു പുറത്തു കളയുകയാണ്. And there are people who questioned your ministry, questioned what the spirit is in you, and there are a lot of things that try to bring you down. God is breaking that all today, and God is strengthening you today. എന്റെ പ്രിയരെ, ആ ഹൃദയത്തിൽ ക്ഷീണവും മടുപ്പും വന്ന നിമിത്തം ശുശ്രൂഷ പോലും വേണ്ടാന്ന് വെക്കുന്ന അനുഭവത്തിലേക്ക്, ജീവിതം പോലും വേണ്ടാന്ന് വെക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഏലിയാവിനെ കൊണ്ടെത്തിച്ചെങ്കിൽ നമ്മൾ എത്ര അധികമായി അനുഭവത്തിലെത്തും. And if we see that such a great man of God, Elijah, if he could come to that experience where he came and he's telling that it is enough, take my life, how much more we can also endure such situations in our life. ഉൽപ്പത്തി പുസ്തകം 44-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ വരുമ്പോൾ in Genesis chapter 44 verses 29, അവിടെ എഴുതിയിരിക്കുന്നു,
എന്റെ നരയെ ദുഃഖത്തോടെ നിങ്ങൾ പാതാളത്തിൽ ഇറങ്ങുമാറാക്കും. You will bring my gray hair down to Sheol in sorrow. ആരാണിത് പറഞ്ഞത്? Who said this? യാക്കോബ്. Jacob. എന്താ പറയാൻ കാരണം? What is the reason he said that? ബെന്യാമീനെ കൊണ്ടുപോകാൻ വേണ്ടി മറ്റു മക്കൾ വന്ന് നിൽക്കുമ്പോൾ യാക്കോബ് പറയാണ്, ഇവന്റെ ജ്യേഷ്ഠൻ മൂത്തവനായിരുന്ന യോസഫ് എനിക്ക് നഷ്ടപ്പെട്ടു. ഇവനെയും കൊണ്ടുപോകാൻ നിങ്ങൾ വന്ന് നിൽക്കുന്നു. അതുകൊണ്ട് ഇവനെ നഷ്ടപ്പെട്ടാൽ എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറക്കും. And when his brother, other sons came to take the younger one, Benjamin, he is telling that the Benjamin's older brother Joseph is already lost. I lost him, and if you are taking him as well, then it is like bringing my gray hair down to Sheol in sorrow. ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് യാക്കോബല്ല പറഞ്ഞത്. This is not Jacob who is telling this. ഇത് പറഞ്ഞത് ഇസ്രായേലാണ്. This is told by Israel. യാക്കോബ് ആയിരുന്നെങ്കിൽ ഉപായി ആയിരുന്നു. പക്ഷെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രഭുവാണ്. അവനാണ് പറഞ്ഞത് ഈ വാക്കുകൾ. And we know that Jacob was a deceiver. He was a different personality, but he became Israel. But Israel is a prince of God, and such a person has said this. തലമുറയെ കുറിച്ചുള്ള വിഷയത്തിലാണ് യാക്കോബിന്റെ ഹൃദയം ക്ഷീണിച്ചു പോയത്, മടുത്തു പോയത്. And we see that he thinking about his children is what his heart was very sorrowful. ചില മാതാപിതാക്കന്മാരോട് ദൈവാത്മാ പറയുന്നു, നിന്റെ തലമുറയെ കുറിച്ചുള്ളതിന്റെ വിഷയത്തിന് നടുവിൽ നിന്റെ ഉള്ളത്തിൽ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്ത നിമിത്തം, വാക്തത്തെ നിവർത്തിൽ എത്താത്ത നിമിത്തം ക്ഷീണവും മടുപ്പും വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവാത്മാവ് നിന്റെ തലമുറയുടെ വിഷയത്തിൽ വിടുതൽ അയച്ചുകൊണ്ട് നിന്റെ ഉള്ളത്തിലെ ക്ഷീണത്തെ ശാസിച്ച് പുറത്തു കളയുകയാണ്. And if there are some parents who are thinking about the children and who are waiting for that promises to be fulfilled in their life, and you are not seeing any positive signs, that you are getting weakened inside, you pray. I am telling that today that God is going to take away that in your life. എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറക്കുമെന്നുള്ള വാക്ക് ശരീരത്തിൽ ക്ഷീണം വന്നപ്പോൾ പറഞ്ഞതല്ല, ഉള്ളത്തിൽ ക്ഷീണം തട്ടിയപ്പോൾ പറഞ്ഞതാണ്. And he is not telling these words when he was weak physically. The main thing is he was weak inside. എനിക്കൊരു 1.5 മണിക്കൂർ പ്രസംഗിക്കാൻ തീരാത്ത സന്ദേശം ഇതിനകത്ത് കിടപ്പുണ്ട്. പക്ഷെ എന്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. അതുകൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം ദൈവാത്മാവിനോട് പറയുന്നു, പ്രാർത്ഥിച്ചു മറുപടി കിട്ടാത്ത നിമിത്തം, വാക്തത്വങ്ങളിൽ എത്താത്ത നിമിത്തം, ഉപവസിച്ചിട്ട് അത് നീ പ്രതീക്ഷിച്ചതുപോലെ വിടുതലുകൾ കിട്ടാത്ത നിമിത്തം, എന്തൊക്കെയോ കാരണങ്ങളാൽ വിശ്വാസ ജീവിതത്തിൽ ഒറ്റയ്ക്കിറങ്ങിയ നിമിത്തം, പലരുടെ പെന്തക്കോസിൽ പോയിട്ട് തനിച്ചിറങ്ങിട്ട് എന്തായി എന്നുള്ള വാക്കുകൾ നിമിത്തം ഉള്ളത്തിൽ ക്ഷീണം തട്ടി മടുപ്പ് തട്ടി ഇരിക്കുന്ന ചിലരോട് ദൈവാത്മ പറയുന്നു, ഇന്നത്തെ സന്ദേശം നിനക്കുള്ള ദൂതാണ്. നിന്റെ അകത്ത് പിശാചിട്ട് വിശ്വാസത്തിൽ നിന്ന് നിന്നെ വലിച്ചു പുറത്തു കളയാൻ സാത്താനിട്ടിയ ക്ഷീണത്തിയ മടുപ്പിനെ പരിശുദ്ധാത്മാവ് കൈകാര്യം ചെയ്യുകയാണ്. ഹോളി സ്പിരിറ്റ് അതിനെ നിന്റെ അകത്തുനിന്ന് വെട്ടി പുറത്തു കളയുകയാണ്. And while I am winding down, because there's not enough time before me, but I like to tell that there are some people here who are weakened inside, and you are feel troubled in their heart because of the words that people did, because of some actions that people did against you. And I'm telling you that the Holy Spirit is doing some mighty work inside you, that He's going to break all those bondages from within you, and He's going to deliver you from all that. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഉള്ളത്തിൽ വരുന്ന ക്ഷീണത്തോട് ആ മടുപ്പിനോട് യേശു ക്രിസ്തുവിനെ ധ്യാനിച്ചുകൊണ്ട് പോരാടാമെന്ന് ആഹ്വാനം നൽകിക്കൊണ്ട് സന്ദേശത്തിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരും സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ തിരുവചന ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസനും കുടുംബത്തിനുമൊക്കെയുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. And I would like to encourage you all that God will strengthen you all from within. Thinking you are meditating on Jesus, meditating on Him more in your life, and God will strengthen you more in the coming days. Hallelujah. 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 Thank you, Pastor, for your time and preaching for the word of God. Hallelujah. Let's meditate on what